എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാറോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നോക്കാം. Two of Cups energy, Strength card, Fool card, അതുപോലെ Queen of Cups, Three of Wands, Six of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരി മനസ്സമാധാനമുള്ളൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യം തന്നെ കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഈ ഒരു മാസത്തിൽ കാണിക്കുന്നത്. കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവെ നല്ല സാഹചര്യം എന്ന് തന്നെ പറയാം. അതേപോലെ പ്രണയവും വിവാഹവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പ്രണയാർദ്രമായിട്ടുള്ളൊരു സമയം എന്ന് പറയാം. പുതിയൊരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പുതിയ തരത്തിലുള്ള സന്തോഷം, ന്യൂ സ്റ്റേജ് ഓഫ് ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഓൾറെഡി ബന്ധം, അതായത് റിലേഷൻഷിപ്പ്, ഇപ്പോൾ പ്രണയമായിരിക്കാം, വിവാഹം കഴിഞ്ഞവരായിരിക്കാം, എക്സിസ്റ്റിംഗ് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ളവർ അതിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്ന സമയം കൂടിയിട്ടാണ്. പുതിയ ബന്ധത്തിലേക്ക് വരുന്നവരാണെങ്കിലും വിവാഹമാണെങ്കിലും ഒക്കെ ഒരു യൂണിയൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം നടക്കുന്ന ഒരു മാസമായിരിക്കാം. നിങ്ങൾ ഒത്തിരി നാളായിട്ട് വിവാഹത്തിന് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്. ഒരു ഹണിമൂൺ സ്റ്റേജൊക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പും അതുപോലെ ഒരു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ലൊരു സഹകരണ മനോഭാവത്തോട് കൂടിയിട്ടുള്ള ബന്ധങ്ങൾ ജീവിതത്തിൽ വരാം. അപ്പോൾ അത് സൗഹൃദങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം രണ്ടു പേർക്കും പോസിറ്റീവായിട്ട് നിൽക്കുന്ന തരത്തിലുള്ളൊരു, രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവാം. അത് നല്ലൊരു സൗഹൃദവും ആകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് കൂടി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു പ്രണയം അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കണം എന്നില്ല. ഇത് അല്ലാത്ത തരത്തിലുള്ള ബന്ധം, നിങ്ങൾക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഗുണമുള്ള, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ബന്ധം എന്നുള്ള രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് ആവാം. അതിപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ രണ്ടുപേരും ചേർന്നിട്ട് എന്തെങ്കിലും ഒരുമിച്ച് ചേർന്ന് എന്തിൻ്റെങ്കിലും ഭാഗമാക്കാവുന്നത്. ഇത് ബിസിനസ് തന്നെ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതോ അങ്ങനെ ഒരു സിറ്റുവേഷനും ആകാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഈ ഒരു മാസം പൊതുവേ നിങ്ങൾ ഒത്തിരി ബലം ഉള്ള ആളുകളായിട്ട് കാണിക്കുക. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ചിലപ്പോൾ നിങ്ങളുടെ കൈകളിലല്ല എന്നുള്ളൊരു തോന്നലുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ, നിങ്ങൾ ഒത്തിരി ബലം നിങ്ങളുടെ, അതായത് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വളരെയധികം ശക്തരാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് നല്ലൊരു വിൽ പവറുണ്ട്. പലപ്പോഴായിട്ട് നമ്മളൊരു ശക്തി എന്ന് പറയുമ്പോൾ ഒരു മനോധൈര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് ബാഹ്യമായിട്ട് നിങ്ങൾ ഫിസിക്കലി ഫിറ്റോ അല്ലെങ്കിൽ ഫിസിക്കലി വളരെ ശക്തരായിരിക്കണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ വിൽ പവർ വളരെ കൂടുതലാണ്. പല കാര്യങ്ങളും ഇന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ചെയ്തു തീർക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വളരെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലിയൊക്കെ ഉള്ളവർ, കരിയറിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ തന്നെ മുന്നിട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നിങ്ങളുടെ കരുത്ത്, അതായത് ഉൾക്കരുത്തിനെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പല ആളുകളെയും വിട്ടുകളയാന്ന് ഉദ്ദേശിച്ചത് നിങ്ങളായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പല കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തു തരുകയാണ് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങൾ അത് വിട്ടിട്ട് ഇപ്പോൾ സ്വയം കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ പല കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ജോലിയിലാകുമ്പോൾ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ മേലധികാരികളും മറ്റുമൊക്കെ കാണുകയും അത് പിന്നീട് ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫൂൾ കാർഡാണ്. പലപ്പോഴായിട്ട് നമ്മൾ പലപ്പോഴും സ്വയമുള്ളൊരു വിശ്വാസം കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് അടുത്തിടയ്ക്കെങ്കിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങുന്നു. പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ സ്വയം ഒരു വിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ലൈഫ് നിങ്ങളുടെ ഔട്ട് ഓഫ് സിങ്ക് ആണെന്നൊരു തോന്നുന്നുണ്ട് എങ്കിൽ, അതായത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ജീവിതം മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ഫീലിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുകയാണ്. സ്വയം പല കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കാം. ഒറ്റയടിക്ക് കണ്ണടച്ച് പോവുക എന്നുള്ളൊരു രീതിയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോകാം. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾക്കിപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഓടിപ്പോയിട്ട് ജോലി രാജിവെക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ബിസിനസ്സിന് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, മനസ്സിലാക്കുക. വേണമെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് നോക്കി പതുക്കെ മുന്നേറ്റമുണ്ട് എന്നിരിക്കെ പതുക്കെ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ, അതായത് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയാണെന്ന് കെയർഫുള്ളായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുക. അതായത് എടുത്ത് ചാടി പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബിസിനസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോലി ഓൾറെഡി രാജിവെച്ചു, അങ്ങനെ ഒരു തീരുമാനത്തിലാണെങ്കിൽ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ അതിന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ചെറിയ രീതിയിൽ എങ്ങനെ തുടങ്ങാം, ഓവറായിട്ട് ചാടിക്കയറി എല്ലാം ഏറ്റെടുക്കാതെ കുറേശ്ശെ മുന്നോട്ടേക്ക് പോവാം. ബിസിനസ് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഈ ഒരു എനർജിയാണ്. എടുത്ത് ചാടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. ഈ ഒരു എനർജി, ക്യൂൻ ഓഫ് കപ്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അതായത് അനാവശ്യമായിട്ടുള്ളൊരു എപ്പോഴും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. പക്ഷെ ആവശ്യത്തിൽ കവിഞ്ഞുള്ളൊരു എന്താ പറയുക സങ്കടങ്ങളോ ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തെ ചിന്തിച്ച് ആലോചിച്ച് ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു രീതി ഒക്കെ നിങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന, എല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുന്ന നല്ല കാര്യം തന്നെ. പക്ഷെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ എടുത്തു പറയാനുള്ളൊരു മറ്റു കാര്യം. അപ്പോൾ ആളുകളെ നോക്കിയും കണ്ടും ഒക്കെ വേണം വിശ്വസിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. പോസിറ്റീവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നാളായിട്ട് എന്തിനെങ്കിലാണ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുമോ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രണയമായിരിക്കാം, മറ്റെന്തെങ്കിലും തരത്തിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്താതെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആകാം. എന്തായാലും ജീവിതത്തിന് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു സമയമാണിപ്പോൾ. അത് പ്രൊഫഷണൽ രീതിയിലുമാകാം. പ്രൊഫഷണലി എന്ത് മാറ്റമാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് എന്നുള്ളതും, അതുപോലെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചുമാവാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചൊരു നേട്ടം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മത്സര പരീക്ഷകൾ എഴുതുന്നതായിക്കൊള്ളട്ടെ, സ്കോളർഷിപ്സ്, ഏത് തരത്തിലുള്ള മത്സര പരീക്ഷകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങളതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഗീവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയുന്ന പോലെയാണ്, എന്ത് കാര്യം അങ്ങോട്ടേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, വീട്ടമ്മമാരായിക്കൊള്ളട്ടെ, നിങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് ഫലം കിട്ടും. ഇനി പ്രായമായി ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത അകറ്റുക. സിംഗിൾസിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും
ഈ ഒരു സമയം എന്ന് പറയുന്ന പ്രണയത്തിൻ്റെയൊക്കെ സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും ഈ ഒരു എനർജി തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കാൻ പറ്റിയ സമയമാണ്. റിസ്ക് എടുക്കാം, പക്ഷേ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കുക എന്നുള്ളതാണ്. അറിയാത്തടത്ത് എടുത്തു ചാടരുത്. അറിയാത്തൊരു ഇടമാണെങ്കിൽ എല്ലാം ആലോചിച്ച് കണ്ട് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.